ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ 3rd യൂണിറ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിലെ പേജ് നമ്പർ 40 പാർട്ട് ഇൻ ടൈംസ്, അതായത് മടങ്ങിലെ ഭാഗം എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിലേക്ക് കടക്കാം. ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് പാർട്ട് ഇൻ ടൈംസ്, മടങ്ങിലെ ഭാഗം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ സ്റ്റുഡൻസ്, പേജ് നമ്പർ 40 കിടക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ല, എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 ലിറ്റർ വാട്ടർ. 1.5 ലിറ്റർ വെള്ളം ഒരു ബോട്ടിലുണ്ട്, ഒരു കുപ്പിയിലുണ്ട്. 4 such bottles of water is poured into a jar. ഇങ്ങനെയുള്ള 4 ബോട്ടിൽസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഈ 1.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന 4 കുപ്പികളിലെ വെള്ളം ഒരു പാത്രത്തിലേക്ക്, ഒരു ജാറിലേക്ക് ഒഴിച്ചു. ഹൗ മച്ച് വാട്ടർ ഇസ് ദർ ഇൻ ദി ജാർ? അങ്ങനെയാണെങ്കിൽ ഈ ജാറിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്ത് ചെയ്താൽ മതി? 1.5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4. അതുപോലത്തെ എത്ര ബോട്ടിൽസ് ആണുള്ളത്? 4 ബോട്ടിൽസ് ആണ്. അപ്പൊ 1.5 into 4. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആണ്. ഹാഫിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? അത് 2 ആണ്. അപ്പൊ 4 + 2 6 ആണ് ആൻസർ. അതല്ലെങ്കിലോ 1.5 + 1.5 എത്രയാണ്? 3 ആണ് അല്ലെ? 1 1 2, 2 ഈ 2 ഹാഫും കൂടെ ചേരുമ്പോൾ 1 ആകും, അതും കൂടെ ചേരുമ്പോൾ 3 ആകും. 3യുടെ ഡബിൾ. അപ്പൊ 2 കുപ്പിയിൽ 3 ആണെങ്കിൽ 4 കുപ്പിയിൽ അതിന്റെ ഡബിൾ അല്ലേ വരുന്നത്? അത് എത്രയാണ്? 3യുടെ ഡബിൾ 6 ആണ്. ഓക്കെ, അങ്ങനെയും നമുക്ക്. ഓക്കെ, വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇതെന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ് 1.5 എന്ന് പറയുന്നത്. മിശ്ര ഭിന്നമാണ്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതെങ്ങനെയാണ്? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 1 × 2 2. 2ന്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 3. അതായിരിക്കും ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ സെയിം തന്നെ, 2 തന്നെ ആയിരിക്കും. 3/2 × 4. ഇവിടെ നോക്കുക, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലേ? ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഇത് തമ്മിൽ ക്രോസ് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ ഈ 2ഉം ഈ 4ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? ഇവിടെ 2 വരും. 2 2s are 4. അപ്പൊ 3 × 2 എത്രയാണ് ആൻസർ വരുന്നത്? 6 ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ഈ 1.5നെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി. അതെങ്ങനെയാണ്? ആദ്യം ഡിനോമിനേറ്ററും ഈ ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഓക്കെ, ഡിനോമിനേറ്ററും ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്റർ കിട്ടും. താഴെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നത് മതി? സെയിം നമ്പർ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. എന്നിട്ട് ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ 3/2 × 4. ഈ 2ഉം ഈ 4ഉം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അതിപ്പുറത്താണെങ്കിലും അപ്പുറത്താണെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ 2ഉം 4ഉം തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 3/2 × 4. 3 × 4 എത്രയാണ്? 12. 12/2. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 12നകത്ത് 2 6 ടൈംസ് ഉണ്ട് അല്ലെ? 1. 6/1. അതായത് 6 തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആൻസറിൽ എത്താൻ സാധിക്കും. ഇവിടെ എല്ലാം നമുക്ക് കിട്ടിയ ആൻസർ ഇത് തന്നെയാണ്, 6 തന്നെയാണ്. ഓക്കെ, ഇതല്ലാതെ നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയായിരുന്നു? 1.5നെ 4 കൊണ്ട് നോർമൽ മൈൻഡ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ? ആഡ് ചെയ്ത് പോയി. 1.5, then 3, 4.5, നെക്സ്റ്റ് 6. 4 കുപ്പിയിലാവുമ്പോഴത്തേക്ക് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 6 ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ലിറ്റേഴ്സിലാണ് പറയുന്നത്, 6 ലിറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പേജ് നമ്പർ 41 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി pour in 3 bottles containing 2.25 ലിറ്റർ ഈച്ച്. അതായത് 2.25 ലിറ്റർ വീതം ഉള്ള 3 ബോട്ടിലുകൾ ഒരുമിച്ച് ചേർത്താൽ എത്രയായിരിക്കും? ഓക്കെ, അതിനെന്ത് ചെയ്താൽ മതി? 3 × 2.1/4. ഓക്കെ, ഇതിന് ഇപ്പൊ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനിലാണ്. അത് നമ്മൾ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ്? 3 × 2 × 4 എത്രയാണ്? 8. 8 + 1 9. 9/4. 3
9 27 27 by 4. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാമല്ലോ. കാരണം ഇങ്ങനെ ഒരു വലിയ നമ്പർ ന്യൂമറേറ്ററായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതുകൊണ്ട് ഇത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 27 4 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കുക. എത്ര ടൈംസ് ഉണ്ട്? 6 4s are 24. അതല്ല ഏറ്റവും ഇതായിട്ട് വരുന്നത്. പിന്നെ 7 4s are 28 ആണ്. അത് പറ്റുമോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ 6 4s are 24. 4 സെയിം ഇവിടെ തന്നെ എഴുതുക. 27 24 കഴിഞ്ഞ് ബാക്കി എത്രയാണുള്ളത്? 3 ആണുള്ളത്. ആ 3 മുകളിൽ എഴുതുക. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലോങ് ഡിവിഷൻ ചെയ്ത് 27 divided by 4. 6 4s are 24. 24 എഴുതി, ബാക്കി റിമൈൻഡർ 3 താഴെ എഴുതി. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതിയ ഹോൾ നമ്പർ എന്ന് പറയുന്നത്? ഇതിന്റെ കോഷ്യന്റ് ആയിരിക്കും ആദ്യം എഴുതുക. അതിനുശേഷം ഡിനോമിനേറ്റർ ഏതാണ്? സെയിം നമ്പർ തന്നെ. ഡിവൈസർ 4 നമ്മൾ എഴുതുക. റിമൈൻഡർ അതായത് ബാലൻസ് വന്ന് ഈ 3 ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ നമ്പറിനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. ഓക്കെ, അതിനുശേഷം കിട്ടുന്ന ആൻസർ വലുതാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് 5 times 3.5. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 into 3.5. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 5 into ഈ 3.5നെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് എന്തായി? 3 into 2 ആദ്യം ചെയ്യുക. 3 into 2 6. 6 plus 1 7. എപ്പോഴും പറയണ്ടല്ലോ, ഡിനോമിനേറ്ററും ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഓക്കെ, 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. 6ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7. ഇനി ഡിനോമിനേറ്റർ സെയിം തന്നെ, 7 by 2. അപ്പോൾ 7 into 5 എത്രയാണ്? 35. 35 by 2. ഇനി നമ്മൾ ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് വീണ്ടും മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ക്കകത്ത് 2 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 2 എഴുതി, ബാക്കി 1 15. 15നകത്ത് 2 എത്ര ടൈംസ് ആണുള്ളത്? 7 2s are 14. 14 റിമൈൻഡർ 1. ആൻസർ എത്ര വരും അപ്പോൾ? 17 and 1 by 2. 17 and half. അപ്പോൾ 5 times 3.5 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 17 and half. ഓക്കെ, നമ്പർ 42 ഒരു ക്വസ്റ്റ്യൻ ആണ്. 3.5 into 2. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 3 plus half into 2. ഓക്കെ, പിന്നെ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽസ് ഏതാണ്? 3 into 2 plus half into 2. 3 into 2 എത്രയാണ്? 6. 6 plus half into 2 1. 6 plus 1 എത്രയാണ് ആൻസർ? 7. ഓക്കെ, ഇതല്ലാതെ നേരത്തെ നമ്മൾ ചെയ്ത രീതിയിലാണെങ്കിലോ ഈ 3.5 into 2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 3 into ഡിനോമിനേറ്ററും ഓൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 2 6. 6 plus 1 7. 7 by 2 into 2. അപ്പോൾ ഈ 2ഉം ഈ 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 2 തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എത്രയാണുള്ളത്? 7 ആണുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 7 by 2 into 2. 7 into 2 14 by 2. 14നകത്ത് 2 എത്ര ടൈംസ് ആണുള്ളത്? 7 ടൈംസ്. അപ്പൊ ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 7. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 7 ആയിരിക്കും. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ആയിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 1/4 into 5. ഓക്കെ, 2 into 5. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 plus 1/4 into 5. That is equal to 2 into 5 plus 1/4 into 5. 2 into 5 എത്രയാണ്? 10 plus 1/4 into 4 ആയിരുന്നെങ്കിൽ 1 കിട്ടും അല്ലേ. പ്ലസ് into 5 അല്ലേ വന്നിരിക്കുന്നത്. അപ്പം 1 and 1/4 വരും. ഇതൊക്കെ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. 1/4 into 5. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ വരും? 5/4 വരും. 5/4നെ
ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 5-നകത്ത് 4, ഒരു പ്രാവശ്യം 4, 1. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 1 and 1/4. ഓക്കെ, അപ്പൊ 1 and 1/4 കിട്ടും. അപ്പൊ 10 plus 1 and 1/4, അതായത് 1 and quarter എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 and quarter, അതായത് 11 and 1/4 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നേരത്തെ ചെയ്ത രീതിയിലാണെങ്കിലോ 2 1/4 into 5. 2 into 4 8, 8 plus 1 9. 9/4 into 5. 9 into 5 എത്രയാണ്? 45/4. ഈ 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 4-നകത്ത് 4 ഒരു പ്രാവശ്യം, 4 0. 5-നകത്ത് 4 ഒരു പ്രാവശ്യം, 4, റിമൈൻഡർ 1. അപ്പൊ എങ്ങനെ എഴുതിയത്? 11 and 1/4. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഈ രീതിയിൽ ചെയ്താലും ഈ ആൻസർ ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് ആൻസർ കണ്ടെത്തിയതിനു ശേഷം വീണ്ടും മിക്സഡ് ഫ്രാക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. പക്ഷെ 2 നമ്പർ നമുക്ക് തന്നിരിക്കുന്നത് എന്തിലാണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. 3.5 into 2.25. 3.5 into 2.25. അപ്പൊ ഇതെങ്ങനെ കാണും? ഇതിനെ ആദ്യം നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. അപ്പോൾ 3 into 2 6. 6 plus 1 7. 7/2 into 2 into 4 8. 8 plus 1 9. 9/4. ഇനി 7 into 9 എത്രയാണ്? 63. 2 into 4 എത്രയാണ്? 8. അപ്പൊ 63/8നെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 63 divided by 8. 63-ല് 8 എത്ര പ്രാവശ്യമാണുള്ളത്? 7 times അല്ലേ? 56. 13-ന്ന് 6 പോയാൽ 7. ഓക്കെ, ഇവിടെ 6 ഇല്ല, ഇങ്ങോട്ട് ബോറോ ചെയ്ത കാരണം ഇവിടെ 5 ഉള്ളൂ. 5 മൈനസ് ചെയ്താൽ 0 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 7 and 7/8. ഓക്കെ, കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് 3.5 2.25 നമ്മൾ എന്തായി മാറ്റി? നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി. അപ്പോൾ എന്ത് കിട്ടി? 7/2 9/4 കിട്ടി. ഇനി അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 63/8 എന്ന് കിട്ടി. അതായത് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 63/8നെ വീണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 7 and 7/8. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the price of 1 kilogram of okra is 30 rupees. 1 കിലോ ഓക്രയുടെ, അതായത് വെണ്ടയ്ക്കയുടെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kilograms? അങ്ങനെയാണെങ്കിൽ 2.5 കിലോ ഓക്രയുടെ വില എത്രയാണ്? ഓക്ര എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. 2.5 കിലോ വെണ്ടയ്ക്കയുടെ വില കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2.5 into 1 കിലോയ്ക്ക് എത്രയാണ്? 30 rupees. അപ്പൊ 2.5 into 30. ഈ 2.5 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാകും? 2 into 2 4. 4 plus 1 5. 5/2 into 30. ഓക്കെ, ഇനി ഈ 2ഉം ഈ 30യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. 30-കകത്ത് 2 എത്ര ടൈംസ് ആണുള്ളത്? 15 times. നെക്സ്റ്റ് 15നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 15 into 5. 5 into 5 എത്രയാണ്? 5 into 5 25. 25ന് 5 എഴുതുക, 2 മാറ്റി എഴുതുക. 1 into 5 5. 5 plus 2 7. ആൻസർ എത്രയാണ്? 75. ഈ 75 റുപ്പീസ് ആണ് എന്തെന്ന് പറയുന്നത്? 2.5 കിലോ വെണ്ടയ്ക്കയ്ക്ക് വേണ്ടി നമുക്ക് ചെലവാകുന്ന തുക എത്രയാണ്? 75 രൂപയാണ്. അപ്പൊ 2.5 kilogram ഓക്രയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 75 rupees. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 43-ലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.5 meters of cloth is needed for a shirt. How much cloth is needed for 5 such shirts? അതായത് 1.5 meter നീളം വേണം എന്തിന്? ഒരു ഷർട്ട് തുന്നാനായിട്ട് 1.5 meter തുണി ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ഷർട്ട് തുന്നാനായിട്ട് എത്ര മീറ്റർ തുണി ആവശ്യമുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഷർട്ടിന്റെ തുണി എത്രയാണ്? 1.5 meter ആണ്. അപ്പൊ 5 ഷർട്ടിന്റെ തുണി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 5 into 1.5. That is equal to
5 ഇൻറ്റു 1.5 മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായി 1 ഇൻറ്റു 2 2 പ്ലസ് 1 3 3/2 5 ഇൻറ്റു 3 എത്രയാണ് 15/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 2 15 2 എത്ര ടൈംസ് ആണുള്ളത് 7 ടൈംസ് 14 റിമൈൻഡർ 1 7.5 മീറ്റർ ക്ലോത്ത് ആണ് എന്തിനു വേണ്ടത് 5 ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമായ ക്ലോത്ത് എന്ന് പറയുന്നത് എത്രയാണ് 7.5 മീറ്റർ. ഓക്കെ, കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 5 ഇൻറ്റു 1/2 1 and 1/2 ചെയ്തു. 5 ഇൻറ്റു 1.5 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 ഇൻറ്റു 3/2. 1.5 മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി. 1 ഇൻറ്റു 2 2 ആണ്. 2 പ്ലസ് 1 3 അങ്ങനെ 3/2 എന്നുള്ള രീതിയിൽ ചെയ്തു. പിന്നെ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 15 എഴുതി. ഡിനോമിനേറ്റർ ഇവിടെ 1 ആയിരിക്കും. ഹോൾ നമ്പറിന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 1 ആയിരിക്കും. അതുകൊണ്ട് 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതുകൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതി 2 തന്നെ എഴുതി. 15/2നെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയത് എത്രയാണ് അപ്പോൾ 7.5 മീറ്റർ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മാൻ വാക്സ് 1.5 കിലോമീറ്റേഴ്സ് ഇൻ 1 hour. ഒരു മണിക്കൂറിൽ ഒരാള് 1.5 കിലോമീറ്റർ നടക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡസ് ഹി വാക്സ് ഇൻ 1.5 hours അറ്റ് ദിസ് സ്പീഡ്. ഈ സ്പീഡിൽ അയാൾ 1.5 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി 1.5നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 ഇൻറ്റു 1.5. ഇത് രണ്ടും മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 1 ഇൻറ്റു 2 2 2 പ്ലസ് 1 3 3/2 ഇൻറ്റു 3/2 3 ഇൻറ്റു 3 എത്രയാണ് 9 9 2 ഇൻറ്റു 2 4 9/4 9/4നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും 9 ഡിവൈഡഡ് ബൈ 4. 9 4 എത്ര ടൈംസ് ആണുള്ളത് 2 ടൈംസ്. 2 4s are 8. റിമൈൻഡർ 1 വന്നു. ഇതിന്റെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതും 2 and 1/4. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് 2 and 1/4 കിലോമീറ്റേഴ്സ്. ഓക്കെ, എത്ര കിലോമീറ്റർ നടക്കുമെന്നല്ല ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2.5 കിലോമീറ്റർ ആണ് അദ്ദേഹം 1.5 മണിക്കൂറിൽ നടക്കുന്നത്. Fourth question. Ronnie has 36 stamps. Sahira says she has 2.25 times as much. How many stamps does she have? Okay. റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട്. സഹീറ പറഞ്ഞു അതിന്റെ 2.25 മടങ്ങ് അവളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 36 ഇൻറ്റു 2.25. ഓക്കെ, 2.1/4. ഇനി 36 ഇൻറ്റു ഈ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റുമ്പോൾ എങ്ങനെ വരും 2 ഇൻറ്റു 4 8 8 പ്ലസ് 1 9. മിക്സഡ് ഫ്രാക്ഷന്റെ മലയാളം എന്ന് പറയുന്നത് മിശ്ര ഭിന്നം. ഓക്കെ, 9 ദെൻ ഡിനോമിനേറ്റർ സെയിം തന്നെ, അതായത് ഛേദം സെയിം തന്നെയാണ്. ഭിന്നസംഖ്യ അംശം മാറുന്നുണ്ട്. ഈ ഭിന്നസംഖ്യയുടെ പുതിയ ഭിന്നസംഖ്യയുടെ അംശം മാറിയാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഈ ഹോൾ നമ്പറിനെ പൂർണ്ണസംഖ്യയെ ഈ ഛേദം കൊണ്ട് ഹരിച്ച് ഈ അംശമായിട്ട് വരുന്ന നമ്പർ കൂട്ടുന്നു. ഓക്കെ, ഡിനോമിനേറ്ററും ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ന്യൂമറേറ്ററും കൂടെ ഇതിനോട് ആഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ന്യൂമറേറ്റർ വരുന്നത്. ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, ആ 4 തന്നെയാണ് വരുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത് 36ഉം 4ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 9 ടൈംസ് 4 ആണ് 36 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 36ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. നെക്സ്റ്റ് 9 ഇൻറ്റു 9 എത്രയാണ് 81. അപ്പോൾ എത്ര സ്റ്റാമ്പ്സ് ആണ് സഹീറയുടെ കയ്യിലുള്ളത് 81 സ്റ്റാമ്പ്സ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് 4 ടൈംസ് 5 and 1/3. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി 4 ഇൻറ്റു ഈ 5 1/3 എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റി ഫ്രാക്ഷൻ ആക്കാനായിട്ട് എന്ത് ചെയ്യണം 5 ഇൻറ്റു 3 15 15 പ്ലസ് 1 16 16/3. ഓക്കെ, ഇനി 4 ഇൻറ്റു 16 എത്രയാണ് 16 into 4 6 4s are 24 2 1 into 4 4 4 plus 2 6 64 64/3 64/3 64നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 6നകത്ത് 3 എത്ര പ്രാവശ്യമാണുള്ളത് 2 ടൈംസ് എത്രയാണ് 6 then 4നകത്ത് 1 ടൈംസ് 3
റിമൈൻഡർ 1. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത്? 21 and 1/3. ആൻസർ എത്രയാണ്? 21 and 1/3. നെക്സ്റ്റ് 4 1/3 ടൈംസ് ഓഫ് 5. 4 1/3 എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് സാധാരണ ഫ്രാക്ഷൻ ആക്കി മാറ്റും? 4 into 3 12. 12 plus 1 13. 13/3 into 5. നെക്സ്റ്റ് 13 into 5 ചെയ്യുക. 13 into 5. 3 into 5 എത്രയാണ്? 15. 1 into 5 5 plus 1 6. 65/3. ഇവിടെ നോക്കുക, ഇവിടുന്ന് 65/3. 6-നകത്ത് 3 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 6 എഴുതി. 0 5. 5-നകത്ത് 3 എത്ര പ്രാവശ്യമാണുള്ളത്? 1 പ്രാവശ്യം. 3 എഴുതി. റിമൈൻഡർ 2. അപ്പൊ എങ്ങനെ വരും? 21 and 2/3. 21 and 2/3. ഓക്കെ. നെക്സ്റ്റ് തേർഡ് 1.5 ടൈംസ് 2/3. 1.5 എങ്ങനെ എഴുതാം? 1 into 2 2. 2 plus 1 3. 3/2 into 2/3. ഈ 2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. 3ഉം 3ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. നെക്സ്റ്റ് 2/5 ഓഫ് 2.5. അതെങ്ങനെ എഴുതാം നമുക്ക്? 2/5 into 2 into 2 4. 4 plus 1 5. 5/2. ഈ 5 ഈ 5ഉം ക്യാൻസൽ ചെയ്യും. ഈ 2ഉം ക്യാൻസൽ ചെയ്യും. ആൻസർ എത്രയാണ്? 1. നെക്സ്റ്റ് 2.5 ടൈംസ് ഓഫ് 5.5. 2 into 2 4. 4 plus 1 5. 5/2 into 5 into 2 10. 10 plus 1 11. 11/2. ഓക്കെ. ഇനി ഇവിടെ 11 into 5 55/2. 2 അല്ല, സോറി, 2 into 2 4. നെക്സ്റ്റ് 55നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 55 divided by 4. ഒരു പ്രാവശ്യം 4 1 എഴുതി. 15-നകത്ത് 4 3 ടൈംസ് 12. റിമൈൻഡർ 3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 13 and 3/4. ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 13 and 3/4. നെക്സ്റ്റ് 4 1/3 ഓഫ് 4.5. 4 into 3 12. 12 plus 1 13. 13/3 into 4 into 2 8. 8 plus 1 9. 9/2. നെക്സ്റ്റ് 13 into 9. 13 into 9. 9 into 3 എത്രയാണ്? 27. 2. 1 into 9. 9 plus 2 11. 117/2. ഓക്കെ. 2 അല്ല, സോറി, 3 into 2 എത്രയാണ്? 6 ആണ്. 117 into 6. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 117നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 117 divided by 6. ഒരു പ്രാവശ്യം 6. റിമൈൻഡർ ബാക്കി എത്ര വരും? 5. 57-നകത്ത് 6 എത്ര പ്രാവശ്യം? 9 ടൈംസ്. 9 times 6 എത്രയാണ്? 54. റിമൈൻഡർ 3 വരും. അപ്പൊ ആൻസർ എത്ര വരും? 19 and 3/6. ഓക്കെ. പിന്നെ നമുക്ക് വീണ്ടും ഷോർട്ട് ആക്കി എങ്ങനെ എഴുതാം? 19 and 1/2. ഓക്കെ. 19 and 1/2 എന്ന് എഴുതാം. ഓക്കെ. മനസ്സിലായല്ലോ? ഇതുപോലെ എല്ലാ പ്രോബ്ലംസും ചെയ്ത് മനസ്സിലാക്കുക.